ഹലോ, അങ്ങനെ വീണ്ടും മഴക്കാലം എത്തിയല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ പാടവും തോടൊക്കെയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ട് പാടത്തും തോട്ടിലൊക്കെ ദേ വെള്ളം കയറി. ഇത് ഞാനും കണ്ണനും ചേട്ടനും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കണ്ണനാണെങ്കിൽ 2-3 ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഒഴുക്കി വിടാനായിട്ട്. അപ്പോൾ അവനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് നടക്കാനായിട്ട്. അവനും ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനും എൻ്റെ അനിയത്തിമാരും ചേട്ടന്മാരൊക്കെ കൂടി ഇതേപോലെ പാടത്ത് കളിക്കാൻ ഇറങ്ങും കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടം ഉണ്ടാവുമല്ലോ, കണ്ടത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറുപന്ത് കളിക്കും. ഈ പേപ്പറൊക്കെ വെച്ചിട്ട് ബോൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് ഞങ്ങൾ ശരിക്കും വെള്ളത്തിൽ കുത്തി മറയും കേട്ടോ. ആ സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുടയും കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ ഫുള്ള് പാടത്തായിരിക്കും. പാടത്ത് കളിയും പിന്നെ ഇതേപോലെ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ട് ഒഴുക്കൽ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കളികൾ. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കണ്ണനും ചേട്ടനും അവരുടെ ബോട്ട് ഒഴുക്കി വിട്ടു കേട്ടോ. അത് ദേ ഇങ്ങനെ ഒഴുകി പോവാണ്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. പക്ഷേ ഇതേപോലെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഇല്ലയെന്നല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഉള്ള ബോട്ടുകളൊക്കെ ഒഴുക്കി വിട്ടു. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. തോട് ചെറിയ തോടാണെങ്കിലും നല്ല ഒഴുക്കുണ്ട്. കണ്ണൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ബോട്ടും ഞാൻ ഒഴുക്കി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞതേ കണ്ണനും ചേട്ടനും കൂടി കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തോരം ദൂരം പോകും എന്നറിയാൻ വേണ്ടി ചുമ്മാ കല്ലൊക്കെ എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനും മോനും കൂടി വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കാല് വെച്ച് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണനെയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ടാണ് അവൻ ഈ വെള്ളത്തിൽ കളിക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു പിള്ളേരല്ലേ, ഇതൊക്കെ രസമല്ലേ, കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്നും കൂടി ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതിയല്ലോ. അവനെ ഇനി കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും നനഞ്ഞ് കുളിച്ചു കേട്ടോ അവൻ. എന്നിട്ട് അവന് കളിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ചാടി കളിക്കണോ ഓടിക്കളിക്കണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി നല്ല കളിയാണ് കേട്ടോ. പിന്നെ ഞാനും വിചാരിച്ചു അവൻ മാക്സിമം എൻജോയ് ചെയ്യട്ടെ, അവർക്ക് ഇതുപോലെയൊക്കെയല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തൊക്കെ അട്ടകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ കയറി റോട്ടിലേക്ക് വരുമ്പോൾ അട്ടകളും വരും. അതൊക്കെ കാലി കയറാണ്ട് നമ്മൾ നോക്കണം. ഞാനപ്പോൾ കണ്ണനെ ശരിക്കും അത് നോക്കിയായിരുന്നു, ഒന്നും കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ശരിക്കും നോക്കി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡാണ് കേട്ടോ ഇത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വെള്ളം കയറി നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തോടാണ് കേട്ടോ പോണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അച്ഛൻ ഇവിടെ ഫിഷിന് ഫുഡ് കൊടുക്കുകയാണ്. ഇവിടെയും 3 മീനുണ്ട്, 2 അലിഗേറ്ററും പിന്നെ ഒരു റെക്റ്റായിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതിൽ നോക്കിയിട്ട് അവരെ കാണുന്നില്ല. അവരാണെങ്കിൽ താഴെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബായ്.